அவ்வாறு நோக்கினா எவ்வாறு நாடுமே கண்ணாடி മുന്നിൽ பார்த்து കൊണ്ടേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ കുറേ നേരം പാടല്ല, ത്രോട്ട് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ ഇപ്പോൾ എത്ര മണിക്കൂറാണെങ്കിലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പാട്ടെന്ന് പറയുമ്പോൾ ലൈഫാണ്. ഞാനിവിടെ എത്തിയത് ശരിക്കും ഒരു 2K ഫോളോവേഴ്സായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കൊച്ചി ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗേഴ്സിന് ഒരു അഡ്വാൻസ് തരാം. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വളരണമെങ്കിൽ കൊച്ചിക്ക് തന്നെ വരണം. നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരി തൻ പാൽമഴത്താ നാൾ വഴിയേ നാമഴകേ പിന്നെ നിന്ന് വന്ന് പമ്പരമായി സുരുട്ടി വെപ്പ് ഉലകുണ്ട പെരുവായും വായോട് വായ്പതിത്താ. പാട്ടുകൾ പാടി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ നിതീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിതീഷ്, വെൽക്കം ടു ABC മലയാളം. എന്താണ് ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യാം, അതായത് പാട്ടുകൾ പാടാം, ആൾക്കാരുടെ റിയാക്ഷൻ എടുക്കാം, ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യാമെന്നൊരു ഐഡിയ വന്നേ? കണ്ടൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ഞാനൊരു ബസ്കിങ്ങിന് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പോയിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ അവിടെ വരുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവരും അവരെ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിപ്പോൾ എല്ലാവരും കൊണ്ടൊന്ന് കാണിപ്പിക്കുകയാണ്. പിന്നെ മസ്റ്റായിട്ട് പറയേണ്ട കാര്യം, ഇപ്പം എന്നെ ഇത്രത്തോളം എത്തിച്ചതാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. മെട്രോയിലെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം പല തരത്തിലുള്ള ആൾക്കാർ, പല മൂഡിൽ നിൽക്കുന്ന ആൾക്കാർ ഉള്ളൊരു സ്ഥലം മെട്രോ എന്ന് പറയുന്നത്. കാരണം ചിലപ്പം ഭയങ്കര ചൂട് വെയിലെത്തുന്ന AC-യിലോട്ട് കയറി വന്നൊരു ഒരു ഇതിലിരിക്കുകയായിരിക്കും. ആ ഒരു മൂഡ് എങ്ങനെയായിരുന്നു അവിടെ ആ പെർഫോമൻസിൻ്റെ? മെട്രോയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ തന്നെ കൂട്ടുകാരന്മാരോടെ പോകുമ്പോൾ ഗിറ്റാറുണ്ടായിരുന്നു, ജസ്റ്റ് ഞാനൊന്ന് പാടിപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ചില്ല അങ്ങനെയാണ്. കാരണം അവിടെ വരുന്ന ആൾക്കാരായിക്കോട്ടെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും, ടെൻഷൻസും പല രീതിയിലായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഈ പാട്ടും ഈ ഒച്ചടക്കലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് പാടിപ്പോയിക്കും. അതിൻ്റെ ഉള്ളിലുണ്ടായവരൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വന്നു. പിന്നെ വീഡിയോ എടുക്കും നമ്മളെ, അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ കഫേയിൽ എനിക്ക് ഒരു ചേട്ടനുണ്ട്, ആകാശ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിശ നീ വായോട്ടാ, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, എനിക്ക് സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി സത്യനന്ദിക സാറ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തി. അപ്പോൾ വേറെ സിംഗേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു പാട്ട് വേണം. കാരണം നമ്മൾ ഇപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ സാർ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുമോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ വർക്ക് സാറിനെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ക്യാമറമാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് ഓർമ്മയുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ടാവും, ഇൻ്റർവ്യൂവിന് എടുക്കാൻ വന്നിട്ടുണ്ടായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ എന്താ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആണെന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, കാരണം എനിക്കൊരു മടി ഉണ്ടായിരുന്നു, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഞാൻ അങ്ങനെ ഒരു പാട്ട് പഠിക്കോട്ടെ, സാറിന് ഇഷ്ടം അത് സാറ് നോക്കി ലാസ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് അങ്ങനെ പാടി. അപ്പോൾ അത് വീഡിയോ എടുത്തു. അങ്ങനെ അത് അവിടെ തൊട്ടാണ് പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ആദ്യത്തെ വീഡിയോ തന്നെ ഈ പറഞ്ഞ സത്യനന്ദിക്കാടിനെ പോലത്തെ ഒരു സെലിബ്രിറ്റി ഒരാളുടെ മുമ്പിൽ പാടുക, പുള്ളിയുടെ റിയാക്ഷൻ കേൾക്കുക, അത് ഏകദേശം 1 മില്യൺ വ്യൂസ് ഉള്ളൊരു ആദ്യത്തെ വീഡിയോ തന്നെ. അങ്ങനെ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്തപ്പം ഇതിന് മുമ്പേ പ്ലാനിങ് ഉണ്ടായിരുന്നു? ഇല്ല, പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാ ഇങ്ങനെ പാടിയതാ. അതായത് കഫേ പോയിരുന്ന് പാടുന്ന പോലെ തന്നെ സാധാ നമ്മൾ കാഷ്വലി സാറിൻ്റെ അടുത്തിരുന്ന് പാടിയതാണ്. അപ്പം അങ്ങനെ അതൊരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഈ പറയുന്ന ലൈഫിൽ ഈ പറഞ്ഞ പോലെ നിതീഷ് ആഗ്രഹിച്ച പോലെ
ഒരു പാട്ടുകാരനാകണം, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ടാകണം എന്ന് പറയുമ്പോൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അച്ഛന്, ഫ്രണ്ട്സ്, ഈ പറഞ്ഞ പോലെ ലോസിലും ഹൈയിലും നമ്മൾ കരഞ്ഞ് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്തും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് കാണും. ഇവർക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും? എനിക്കിപ്പോ കൂടുതൽ ഇഷ്ടമുള്ളൊരു സോങ് ഉണ്ട്. അപ്പൊ ഈ സോങ് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. அவ்வாறு நோக்கினா எவ்வாறு நாடுமே கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட ஒரு 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன் எதிர்பாராமலே அவன் எதிர்பாராமலே அவன் பின்னால் நின்று வந்து என்னை பம்பரமாய் சுருட்டி வைத்து உலகுண்ட பெருவாயம் எங்கள் வாயோடு வாய் ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇപ്പം നേരത്തെ പറഞ്ഞത് ബസ്കിങ്ങിനെ പറ്റി. കാരണം മലയാളിക്ക് ബസ്കിങ് എന്ന് പറയുന്നത് അധികം ഇപ്പം കുറച്ചെങ്കിലും അറിയെങ്കിലേ ഉള്ളൂ. കാരണം ഇന്ത്യക്ക് വെളിയിൽ ബസ്കിങ് എന്ന് പറയുന്നത് സ്ട്രീറ്റ് പെർഫോമൻസസ്, ആർട്ടിസ്റ്റുകൾ സ്ട്രീറ്റിൽ വന്നിട്ട് ഡാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മ്യൂസിക്, എന്തൊക്കെ തരം ആർട്ടുകളുണ്ടോ ആ ആർട്ടുകൾ അവർ പെർഫോം ചെയ്യും. അവരൊരു ഡാൻസേഴ്സ് യൂഷ്വലി തൊപ്പിയാണ് വെക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ചിട്ട് അതിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് അവരൊരു എമൗണ്ട് ഇടുക. അത് തന്നെയാണ് അവരുടെ ലിവിങ് കോസ്റ്റായിട്ട് അവർ എടുക്കുന്നത്. അതായത് അവരുടെ ജോലിയായിട്ട് തന്നെയാണ് അവരെടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയ നിതീഷിന് ആദ്യം പോലെ ഉണ്ടായിരുന്നോ? പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് അങ്ങനെ ബോക്സ് ഒക്കെ വയ്ക്കണേ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അതിനാണോ? പക്ഷെ ഞാൻ ആദ്യം ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ചാരിറ്റി എന്നുള്ളൊരു സംഭവം. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, കാരണം ചാരിറ്റിയുടെ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഈ ഒരു ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിചാരിച്ചപ്പോൾ എന്തായാലും ബോക്സ് വെക്കണ്ട. കാരണം ഇപ്പോൾ പലരും എന്നിട്ട് എന്നോട് പറയും, നിതീഷ് നീ ഇങ്ങനെ പാടിയാൽ മതി, ഇങ്ങനെ വെക്കണ്ട, അതായത് ആൾക്കാരിലോട്ട് ആ ഹാപ്പിനെസ് എത്തിച്ചു കൊടുക്കുക പാട്ടിലൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് വരുമ്പോഴേ നമുക്ക് അങ്ങനെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ബോക്സ് എന്നുള്ള സംഭവം ഞാൻ അതിൽ നിന്ന് കളഞ്ഞത്. കാരണം ശരിക്കും നമ്മൾ എന്താ പറയുക, പൈസ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ആവശ്യമുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പാട്ട് പാടി നമ്മൾ ആ ഒരു സന്തോഷം കൊടുക്കുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും ഭയങ്കര ഈ ഒരു സംഭവത്തിന് ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഞാനിപ്പോൾ പല ജില്ലകളിൽ പോയിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു സിംഗേഴ്സിന് ഒരു അഡ്വാൻസ് തരാം. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വളരണമെങ്കിൽ കൊച്ചിക്ക് തന്നെ വരണം. നമുക്ക് വളരാൻ പറ്റും. എന്താ പറയുക, ഇപ്പോൾ റൂമിലിരുന്ന് പാട്ട് പാടാം, അങ്ങനെയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഇരുന്ന് പാടാം. പക്ഷേ ഇങ്ങനെയുള്ളവർക്കൊക്കെ, കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്നോട് ഒന്ന് പറയും ബ്രോയുടെ കൂടെ പാടണം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഓക്കെ വായോ, കൊച്ചിക്ക് വായോ, അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ കൊച്ചി ഇവിടെ എത്തിയപ്പോഴാണ്, കാരണം ഞാനിവിടെ എത്തിയത് ശരിക്കും ഒരു 2K ഫോളോവേഴ്സായിട്ട് ഇവിടെ എത്തിയത്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കൊച്ചി ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനാണെങ്കിലോട്ടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിതീഷിനെ കൊണ്ടിരുത്തുന്നത് നിതീഷിൻ്റെ പാട്ടും നിതീഷിൻ്റെ വോയിസുമാണ്. ഇപ്പം കൊച്ചി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കൊച്ചിയെ പറ്റി ഒരു പാട്ട് പാടാൻ, കൊച്ചിയിലെ മെമ്മറീസിനെ പറ്റി, അല്ലെ കൊച്ചിയെ പറ്റി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഒരു പാട്ട് കൊച്ചിനെ പറ്റിയിട്ടൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പം കൊച്ചി എന്ന് പറയുന്നത് ആ മെമ്മറീസ് ആയിരിക്കും, ആ കൊച്ചിക്കൊരു ട്രിബ്യൂട്ട് കൊച്ചി. ഞാനിവിടെ എപ്പോഴും പറഞ്ഞൊരു സോങ്ങാണ്, അതായത് കൊച്ചിയിൽ വരാണെങ്കിൽ ഞാൻ ആ പാട്ട് എന്തായാലും ബസ് കേമിയാൻ വിടില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കൊച്ചിന് കൂടുതൽ ഓർമ്മ വരാം. നീല 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 മൊഴിയേ നീല നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനേരുതേ
ഭയങ്കര സോൾഫുൾ ഒരു സൗണ്ടാണ് നിതീഷ്. ഇതിനു മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് സംസാരിച്ചൊരു കാര്യമുണ്ട്. അതായത് നിതീഷ് സംസാരിക്കുന്നത് പ്യുവർ ആൻഡ് പ്യുവർ തൃശ്ശൂർ പക്ക സ്ലാങ് ആണ്. പാടുമ്പോൾ ആ സ്ലാങ് ഒരു തരി പോലും ഇല്ലാതെ വേറൊരാള് പാടുന്നില്ല. അപ്പൊ അതിനൊരു എഫേർട്ട് ഇടാറുണ്ടോ? എഫേർട്ട് അതിപ്പോ എന്താ പറയാ, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ പാടി തുടങ്ങിയതാ. അതായത് ഞാൻ നാടൻ പാട്ടൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്താ ഇങ്ങനത്തെ മൂവി സോങ്സ് ആയാലും എല്ലാത്തിനെയും. കാരണം ഞാൻ നാടൻ പാട്ട് പാടിയിട്ട് ഇങ്ങനത്തെ ഒരു സോങ്ങിലോട്ട് എത്തിയപ്പോ നമുക്ക് ഓരോ സൗണ്ടുകൾ ഉണ്ട്. കാരണം നാടൻ പാട്ട് ഭയങ്കര ഡിഫറെന്റ് ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പൊ കൂട്ടുകാർ തന്നെ പറയും, നിനക്കിത് പറ്റില്ല, നീ ഇങ്ങനത്തെ പാട്ടൊന്നും പാടണ്ട, നീ നാടൻ പാട്ട് തന്നെ കണ്ടിന്യൂസ്ലി പോയാൽ മതി. പക്ഷെ നാടൻ പാട്ട് എന്നെ എത്തിച്ചിട്ടുണ്ട്, അതിൽ അറിയണവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പതുക്കെ വാശിയിൽ തന്നെ പഠിച്ച് എനിക്കങ്ങനെ പാടണം എന്നുള്ളൊരു വാശിയിൽ ഇങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആണെങ്കിലും എന്താ പറയുക, ഇപ്പം എല്ലാവരും പറയുന്നത് അത് നീ തന്നെയാണോ പാടുന്നത് എന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട്. കാരണം സംസാരവും പാട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറേ. വോയിസ് അടക്കം ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ട്. അപ്പൊ അതിനാ ഇപ്പൊ ചിലർ പറയല്ലോ നമ്മള് മൂക്കിക്കൂടെ പാടുന്നവരോട്ട്. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടോ? അത് ആദ്യം ഞാൻ മൂക്ക് വെച്ചിട്ട് പാടായിരുന്നു. പാടുമ്പോ ഒക്കെ അങ്ങനെ വരും. അപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ അച്ഛനാണെങ്കിലും അച്ഛൻ അത്യാവശ്യം പാടായിരുന്നു. അപ്പൊ അച്ഛനോട് പറയും, നീ ഇങ്ങനെ മൂക്ക് കൊണ്ട് പാടല്ലേ എന്ന് പറയും, ഓപ്പൺ ആയിട്ട് പാട്. പക്ഷെ ഇടയ്ക്കൊക്കെ ചില സോങ്ങുകൾ പക്ഷെ ഇപ്പൊ ഒരു ഹസ്കി വോയിസ് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പൊ അത് കൂടുതൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോ ഇടയ്ക്ക് ആദ്യമൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ വെള്ളി വീണ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം എനിക്ക് ടെൻഷൻ, അതായത് പാടുമ്പോൾ ഈശ്വര വെള്ളി വീഴും. അങ്ങനെ ഞാൻ പല സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോളേജിലാണെങ്കിലും അങ്ങനെ പാടുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ രണ്ട് കൽപ്പിച്ചിട്ട് അങ്ങനെ പ്രാക്ടീസിങ് തന്നെയായിരുന്നു ഫുള്ള്. ഇതിന് മാത്രമായിട്ട് ഞാൻ കുറച്ച് നാൾ പ്രാക്ടീസിങ് ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ സൗണ്ട് എടുത്തു തുടങ്ങി. പിന്നെ പുറത്ത് ബസ് ചെയ്ത് സൗണ്ട് ഇപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പാടല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ കുറേ നേരം പാടല്ല, ത്രോട്ട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ പറയണം. പക്ഷെ ഞാൻ ഇപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പാട്ടെന്ന് പറയുമ്പോൾ ലൈഫാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അത് എന്താ പറയുക, നമുക്കാണെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പം എല്ലാവരും ആയിക്കോട്ടെ, ഇപ്പോൾ ഹംസദ് ഉണ്ട്, ഇനി കുറേ പേരുകളുണ്ട്. ഇപ്പോൾ അവർ വരാൻ വേണ്ടി ഇരുന്നതായിരുന്നു. ഇപ്പോൾ പേര് തന്നെ എടുത്ത് പറയണം അവരെന്തായാലും. ഇപ്പോൾ നന്ദു, ജെനി, മുർഷി, ഷാഹിദ്, അനസ്, അങ്ങനെ കുറച്ച് ആൾക്കാരുകളുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുകൾ. ഇപ്പോൾ ചാച്ചി, അവനൊക്കെ ഇവിടെ വെച്ച് എൻ്റെ ബെസ്റ്റ് വടിയായിരുന്നത്. അവനും ഇൻഫ്ലുവൻസർ തന്നെയാണ്. അപ്പോൾ അവനൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ പുഷ് ചെയ്തിരുന്നത്. ഇപ്പം എൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ സഹായിക്കണേ. എനിക്ക് അതിനുള്ള ഫോണുകൾ കാര്യമൊന്നും ഇല്ല. അപ്പോൾ അവരെ ഫോണിലൊക്കെ വാങ്ങും. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ പറയും, കാരണം എടാ നമുക്കൊരു വീഡിയോ എടുക്കാടാ. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. ഇപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും, പക്ഷേ വീഡിയോ ഇട്ടാ നീ കുഴപ്പമൊന്നും പറ്റത്തില്ല, അങ്ങനെ വീഡിയോ കണ്ടിന്യൂസിൽ തന്നെ പോകണം നമുക്ക് ചോദിക്കും. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാം ഫ്രണ്ട്സ് തന്നെയാണ്. അത് ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഫാമിലി സപ്പോർട്ടിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ ഇത്രത്തോളം എത്തിച്ചത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. പുഞ്ചിരി നമഴകേ ഉഴലിടാ കടലതാ സായുജ്യമായ ഈ ഭൂമി പാടും താരാട്ടിൻ പാട്ടിൽ ഈണമാ ഭാവാർദ്രമാ കുഞ്ഞു കിളി